നമസ്കാരം. സിറിയൻ മരുഭൂമിയിൽ കലാപത്തിന്റെ തീ ആളിപ്പടരുമ്പോൾ പതിറ്റാണ്ടുകൾക്ക് മുൻപ് ലോകത്തെ ഞെട്ടിച്ച ഒരു കഥാനായികയുടെ വിധി വീണ്ടും ചോദ്യചിഹ്നമായി മാറിയിരിക്കുന്നു. ലണ്ടനിലെ സാധാരണ സ്കൂൾ വരാന്തയിൽ നിന്ന് ഐസിസിന്റെ ഇരുണ്ട ലോകത്തേക്ക് പറന്നുയർന്ന ഷമീമ ബീഗം എന്ന ഐസിസ് മണവാട്ടി വീണ്ടും വാർത്തകളിൽ നിറയുന്നു. തടവറകളിൽ നിന്ന് ഭീകരർ പുറത്തേക്ക് ചാടുമ്പോൾ യൂറോപ്യൻ കോടതിയുടെ കനിവ് കാത്ത് നഷ്ടപ്പെട്ട പൗരത്വം തിരികെ നേടാൻ ഷമീമയ്ക്ക് സാധിക്കുമോ? ഒരു ത്രില്ലർ സിനിമയെ വെല്ലുന്ന രംഗങ്ങളാണ് സിറിയൻ മണ്ണിൽ ഓരോ ദിവസവും അരങ്ങേറുന്നത്. 2015 കിഴക്കൻ ലണ്ടനിലെ സ്കൂൾ യൂണിഫോമിൽ ചിരിച്ച മുഖവുമായി നടന്ന 16 വയസ്സുകാരി ഷമീമ തന്റെ 2 കൂട്ടുകാരികൾക്കൊപ്പം ഒരു വിമാനം കയറി നേരെ സിറിയയിലേക്ക് പറക്കുമ്പോൾ ലോകം ഞെട്ടലോടെയാണ് ആ വാർത്ത കേട്ടത്. ഐസിസ് എന്ന ഭീകര സംഘടനയുടെ മണവാട്ടിയാകാൻ വേണ്ടിയുള്ള ആ യാത്ര അവളുടെ ജീവിതത്തെയും ബ്രിട്ടീഷ് പൗരത്വത്തെയും എന്നേക്കുമായി മാറ്റിമറിക്കുമെന്ന് അന്ന് ഷമീമ അറിഞ്ഞിരുന്നില്ല. പിന്നീട് 2019 സിറിയയിലെ അൽറോജ് അഭയാർത്ഥി ക്യാമ്പിൽ 9 മാസം ഗർഭിണിയായ അവളെ കണ്ടെത്തുമ്പോൾ ആഗോളതലത്തിൽ ഒരു വലിയ ചർച്ചയ്ക്ക് തന്നെ തിരികൊളുത്തിയിരുന്നു. താൻ അനുഭവിച്ച ദുരിതങ്ങൾ ഒരു ഇരയുടേതായിരുന്നുവെന്ന് അവൾ ലോകത്തോട് കരഞ്ഞു പറഞ്ഞെങ്കിലും അവളുടെ കുഞ്ഞുങ്ങൾ മരിച്ചു വീണെങ്കിലും ബ്രിട്ടൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല. ഷമീമയുടെ ബ്രിട്ടീഷ് പൗരത്വം റദ്ദാക്കി. എന്നാലിപ്പോൾ സിറിയയിൽ പുതിയൊരു പോർമുഖം തുറന്നിരിക്കുകയാണ്. അതോടെ അൽറോജ് ക്യാമ്പ് ഉൾപ്പെടെ ഏകദേശം 9000 ഐസിസ് ഭീകരരെയും 40,000-ത്തിലധികം സ്ത്രീകളെയും കുട്ടികളെയും താമസിപ്പിച്ചിരിക്കുന്ന ക്യാമ്പുകളിലെല്ലാം കലാപ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്നു. സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സിന്റെ നിയന്ത്രണത്തിലായിരുന്ന ഈ പ്രദേശങ്ങളിപ്പോൾ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാരായോട് കൂറു പുലർത്തുന്ന സൈന്യത്തിന്റെ കൈകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇരു വിഭാഗങ്ങളും ഒരു വെടിനിർത്തൽ കരാറിൽ ഒപ്പിട്ടെങ്കിലും SDFന്റെ നിയന്ത്രണത്തിലുള്ള 3 അഭയാർത്ഥി ക്യാമ്പുകളിൽ പുതിയ കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. SDF പറയുന്നത് ഭീകര തടവുകാരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനാണ് ശ്രമിച്ചതെന്നാണ്. എന്നാൽ ഈ കലാപം കാരണം അത് സാധ്യമാകാതെ വന്നിരിക്കുകയാണ്. അതിനിടയിൽ ദീർ അൽ-സോർ ജയിലിൽ നിന്ന് ചില ഐസിസ് ഭീകരർ ജയിൽ ചാടിയതായുള്ള റിപ്പോർട്ടുകൾ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുന്നുണ്ട്. ഐസിസ് തടവുകാർ കൂട്ടത്തോടെ പുറത്തിറങ്ങുന്നത് ആ മേഖലയിൽ മാത്രമല്ല, ലോകസമാധാനത്തിന് തന്നെ വലിയ ഭീഷണിയാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഈ സംഭവ വികാസങ്ങൾക്കിടയിലാണ് യൂറോപ്യൻ കോടതിയുടെ സഹായത്തോടെ ഷമീമ ബീഗത്തിന് ബ്രിട്ടനിലേക്ക് മടങ്ങാൻ കഴിഞ്ഞേക്കും എന്നൊരാശങ്ക വീണ്ടും ഉയരുന്നത്. നഷ്ടപ്പെട്ട പൗരത്വം തിരികെ നേടാനുള്ള അവരുടെ നിയമ പോരാട്ടം അവസാനിച്ചിട്ടില്ല. ഒരു വശത്ത് കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട ദുരിതമനുഭവിക്കുന്ന ഒരു സ്ത്രീയുടെ കണ്ണീരുണങ്ങിയ മുഖം, മറുവശത്ത് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയായേക്കാവുന്ന ഒരു മുൻ ഭീകര അനുഭാവിയുടെ പ്രതിച്ഛായ. ഷമീമ ബീഗം എന്ന പേര് വീണ്ടും ബ്രിട്ടന്റെ മണ്ണിൽ മുഴങ്ങുമോ? അതോ സിറിയൻ മരുഭൂമിയിലെ മൺകൂനകളിൽ ഒരു പേരായി ഈ ജീവിതം അവശേഷിക്കുമോ? കാലം ഉത്തരം പറയും. എങ്കിലും ഈ സാഹസികവും ദുരൂഹവുമായ ജീവിതം ഓരോ ദിവസവും ഓരോ ട്വിസ്റ്റുകളിലൂടെ കടന്നു പോകുമ്പോൾ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എന്തായാലും നാടകീയമായ കഥയുടെ അടുത്ത അധ്യായം എന്തായിരിക്കുമെന്നാണ് ഏവരും ഇപ്പോൾ ചിന്തിക്കുന്നത്. നിലവിൽ ഒരു വൃത്തിഹീനമായ ക്യാമ്പിലാണ് ഷമീമ ബീഗം കഴിയുന്നത് എന്ന റിപ്പോർട്ട് വന്നിരുന്നു. ഇതോടെ ഷമീമ ബീഗത്തെ ബ്രിട്ടീഷ് മണ്ണിലേക്ക് മടങ്ങാൻ അനുവദിക്കണോ എന്നതിനെക്കുറിച്ച് വീണ്ടും വലിയ പൊതുചർച്ചകൾക്ക് തിരികൊളുത്തിയിരുന്നു.